ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പപ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ നമ്മൾ 1 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. ഇളം ചൂടുപാലാണ്. അതിലേക്ക് പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം. നമ്മളിതുപോലെ പഞ്ചസാര എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റ് നല്ലതായിട്ട് പൊങ്ങി വരും, അതിനുവേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേറൊരു ബൗളിൽ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുമ്പ് റെഡിയാക്കി വെച്ചിരുന്ന പാലും ഈസ്റ്റും ഇല്ലേ, അത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ മൈദയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചപ്പാത്തി കുഴയ്ക്കുക, അതുപോലെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സ്പാച്ചിൽ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമുക്ക് കൈക്ക് അത്ര ഒരു പ്രഷർ വരത്തില്ല. ഇനി ഇത് നല്ലതായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിയെക്കാട്ടിലും ഒരു സ്വല്പം കൂടെ ലൂസായിട്ടിരിക്കണം. ആദ്യം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടുന്നെന്ന് തോന്നും. പിന്നെ നമ്മൾ കുഴച്ച് കുറച്ച് മയം വരുത്തി കഴിയുമ്പോൾ അത് റെഡിയാവും. ഈ ഒരു പരുവത്തിന് വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി അതിന് ശേഷം അതിനെ ഒരു ബോൾ പോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക. ഇനി നമുക്കൊരു സ്വല്പം എണ്ണയും കൂടെ തടവി കൊടുക്കണം. ഇതുപോലൊരു സ്വല്പം എണ്ണ തടവി കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല മയത്തിൽ വരും. അതിനുശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് ഫിലിം വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞൊരു തുണി വെച്ചിട്ടോ നമ്മുടെ ഡൗനെ നമ്മൾ കവർ ചെയ്ത് വയ്ക്കുക. അതവിടെ ഒരു 1 മണിക്കൂറോളം ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പപ്സിനുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില, പിന്നെ സ്വല്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടാണ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞാണ് ചേർത്ത് കൊടുത്തത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ 2 ചെറിയ സവോള ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണിപ്പം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്ര പപ്സ് ഉണ്ടാക്കുന്നോ അതിനാവശ്യത്തിനുള്ള സവോളകളൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. സവോള ഒന്ന് വാടി വരട്ടെ. അതിനായിട്ടൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് സവോള പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടും. അപ്പം നമ്മുടെ സവോള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്വല്പം മഞ്ഞൾ പൊടി, പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ പപ്സിനൊക്കെ ഒത്തിരി മസാലകൾ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ സ്വല്പം എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മസാലയുടെ പച്ചമണോ ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഞാൻ തക്കാളി ചേർത്തില്ല. ഈ തക്കാളി ചേർത്ത് കഴിയുമ്പോൾ അതിൽ നിന്നൊരു ജ്യൂസി പോലെ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അതിന് വരെ ഞാനിതുപോലെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പപ്സിനുള്ള മസാല റെഡി ആയിരിക്കുകയാണ്. ഞാനൊരു 4 മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം മാവ് നല്ലതായിട്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഇനി അതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റുക. അതിനുശേഷം ഇനി നമുക്കതിന് നല്ലതായിട്ട് പരത്തിയെടുക്കണം. ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ ഒരു ക്രോസൻ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സ്വീറ്റ്നർ ഉണ്ടാക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു മോഡലിൽ തന്നെയാണ് ഇത് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പരത്തി കൊടുക്കുക. അതിനുശേഷം ചപ്പാത്തിയുടെ റോളറിൽ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇതിനെ ഇതുപോലെ നല്ലതായിട്ടൊന്ന് പരത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇത് ബട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ നല്ലതായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അത് ഇതുപോലെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ വെളിയിലെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിനെ നമ്മൾ ഇതുപോലൊന്ന് മടക്കിയെടുക്കുക. ഞാനിപ്പോൾ ഈ ഫോൾഡ് ചെയ്യുന്ന കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അതിനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതും നമ്മളൊരു ഫിലിം കോട്ട് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇട്ട് അതിനെ കവർ ചെയ്ത് വയ്ക്കുക. നമ്മൾ ഇത്രയും ചെയ്ത ഒരു പ്രൊസീജിയർ ഇല്ലേ, ആദ്യം അതിനെ നമ്മൾ റോളർ വെച്ച് പരത്തി അതിനുശേഷം ഫോൾഡ് ചെയ്തു, പിന്നെ നമ്മൾ ഇതുപോലെ അതിനെ കവർ ചെയ്ത് വെച്ചു. ഈ പ്രൊസീജിയർ നമ്മളൊരു 3 ടൈംസ് എങ്കിലും റിപ്പീറ്റ് ചെയ്യണം. 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെയും തിരിച്ചത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് ലാസ്റ്റാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇപ്പം 3 ഫിനിഷായി. അതിനുശേഷം ഇത് 4th ടൈമാണ് ഇത് ചെയ്യുന്നത്. 4th ടൈം ഇതുപോലെ തന്നെ പരത്തിയതിന് ശേഷം കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. ഇപ്പം ഞാനെടുത്ത ബട്ടറെല്ലാം ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ഫുൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര പ്രാവശ്യം ഫോൾഡ് ഉണ്ടാക്കുന്നോ അത്രയും പപ്സിന് നല്ലൊരു ലെയർ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ മടക്കുന്നുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ്സും കൂടെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് റോളർ ഉപയോഗിച്ച് അതിന് മുകളിൽ കൂടെ തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആ റോളറിൽ നമ്മുടെ ആ മാവുണ്ടല്ലോ പിടിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതാണ് ഈസി ആയിട്ട് തോന്നിയത്. പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ പ്ലാസ്റ്റിക് കവർ മാറ്റാം. ഇനി നമുക്ക് സെൻറ്ററിൽ കൂടി ഇതുപോലെ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു 2 ടൈംസും കൂടെ കട്ട് ചെയ്യാം. നമുക്കൊരു പപ്സിൻ്റെ ഷേപ്പ് കിട്ടണമല്ലോ, അപ്പം ഏകദേശം ഒരു അളവ് നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാ പീസിലും നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഫില്ലിങ് റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അപ്പം നമ്മൾ ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. മസാലയുടെ എരിവുകളൊക്കെ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. പൊതുവേ പപ്സിന് വലിയൊരു മസാല ഇല്ലല്ലോ, ഒരു ചെറിയൊരു സ്വീറ്റും ചെറിയൊരു എരിവും കൂടെ അല്ലേ വരുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട വെച്ച് കൊടുക്കാം. ഒരു മുട്ടയെ തന്നെ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി പപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒട്ടിച്ചെടുക്കണമല്ലോ, അതിനുവേണ്ടി സൈഡിൽ കൂടെ ഒരു സ്വല്പം വെള്ളം ഇതുപോലെ നനച്ചു കൊടുക്കുക. അപ്പോഴല്ലേ നമ്മുടെ മൈദമാവ് ഒന്ന് ഒട്ടി വരത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഇതുപോലെ സ്വല്പം വെള്ളം ഇതുപോലെ തേച്ച് കൊടുക്കുന്നത്. കൈകൊണ്ട് തേച്ചാലും മതി, ഞാൻ ജസ്റ്റ് ബ്രഷ് യൂസ് ചെയ്തതേ ഉള്ളൂ. മാവിലും സൈഡിൽ കൂടെ വെള്ളമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഫോൾഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡലിൽ വേണം, അങ്ങോട്ട് കയറ്റി വേണം വയ്ക്കാനായിട്ട്. ഒരെണ്ണത്തിന് മുകളിലോട്ട് കയറ്റി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടുപോരും. അതിനുശേഷം നമുക്ക് അതിനൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ പപ്സിനും അതുപോലെ തന്നെ ഈ ബേക്കറി ഐറ്റംസിനൊക്കെ ഒരു കളർ വരുള്ളൂ കേട്ടോ, ബേക്ക് ചെയ്തെടുക്കുന്നതിന്. ഇവിടെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്ക് പപ്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് പപ്സ് ബേക്ക് ചെയ്യാനെടുത്ത സമയം. ഞാൻ ഇതിൽ നിന്നിപ്പോൾ ഒരു പപ്സ് എടുത്ത് നോക്കിയായിരുന്നു വെളിയിൽ വെന്തോന്നറിയാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പപ്സ് അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണേ. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല മയമാണ് പപ്സിന്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു, ബൈ.